കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ലാൻഡ്സ്കേപ്പിംഗ് എന്താണെന്നും അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയവയാണ്. അതിന് തുടർച്ചയായി വരുന്ന ഗാർഡൻ കമ്പോണൻസ് ആണ് ഇന്നത്തെ ടോപ്പിക്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഉദ്യാനം എന്നാൽ സസ്യങ്ങളുടെ ഒരു കലവറ മാത്രമല്ല, മറിച്ച് കലാപരമായ വിന്യാസം കൂടിയാണ്. ഭംഗിയുള്ള ഫൗണ്ടെയിൻ, വെട്ടിനിർത്തിയിരിക്കുന്ന ചെടികൾ, വിവിധ ഉയരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്ന മരങ്ങൾ, പുൽത്തകിടി തുടങ്ങിയവയൊക്കെ പൂന്തോട്ടത്തിൻ്റെ ഭംഗി കൂട്ടാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇതൊന്നുമില്ലെങ്കിൽ പൂന്തോട്ടം കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഒരുതരം വിരസത. ആ വിരസത ഒഴിവാക്കാൻ, അതായത് ഗാർഡൻ്റെ ഭംഗി കൂട്ടാൻ സഹായിക്കുന്ന ഇത്തരം ഘടകങ്ങളെ ആണ് ഗാർഡൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഗാർഡൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഗാർഡൻ കമ്പോണൻസിനെ പ്രധാനമായി രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: പ്ലാന്റ് കമ്പോണൻസ് ആൻഡ് നോൺ പ്ലാന്റ് കമ്പോണൻസ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്ലാന്റ് കമ്പോണൻസ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചെടികളാണ് ഇതിലെ പ്രധാന ഘടകം. ഓരോ ചെടിക്കും വ്യത്യസ്തമായ വളർച്ചാ സ്വഭാവമാണ്. ഇലകളും പൂക്കളും ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ ഈ ചെടികളെ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഭംഗി കൂട്ടാൻ പറ്റും. അത്തരം ഘടകങ്ങളെയാണ് പ്ലാന്റ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് കമ്പോണൻസ്: ലോൺ, ഫ്ലവർ ബെഡ്സ് ആൻഡ് ബോർഡേഴ്സ്, കാർപ്പറ്റ് ബെഡ്, ടോപ്പിയറീസ്, ട്രോഫി, ലില്ലിപ്പൂൾ, ഹെഡ്ജസ്, എഡ്ജസ്, ഷ്രബറീസ്, റൊസേറിയം, ആർബോറിറ്റം, റോക്കറി. നമുക്കിനി ഓരോ ഘടകങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി പോകാം. പൂന്തോട്ടത്തിൽ പോയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഘടകമാണ് ലോൺ. മനോഹരമായി വെട്ടിനിർത്തിയിരിക്കുന്ന, പുല്ലുകൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ലോൺ അഥവാ പുൽത്തകിടി. പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും ഉള്ള ഉദ്യാനത്തിൽ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് ലോൺ. അതുകൊണ്ട് തന്നെ ഉദ്യാനത്തിൻ്റെ ഹൃദയം എന്നാണ് ലോണിനെ വിശേഷിപ്പിക്കുന്നത്. ബർമുഡ ഗ്രാസ്, കിക്കിയോ ഗ്രാസ്, കൊറിയൻ ഗ്രാസ് തുടങ്ങിയവയാണ് നാം പുൽത്തകിടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നല്ല രീതിയിൽ ഒരുക്കി നിർത്തിയിരിക്കുന്ന ലോൺ മനസ്സിനും കണ്ണിനും കുളിർമ പകർന്നു തരുന്നതാണ്. ഫ്ലവർ ബെഡ്സ് ആൻഡ് ഫ്ലവർ ബോർഡേഴ്സ്: വിവിധ വർണ്ണങ്ങളിലുള്ള ചെടികളെ ജാമിതീയ രൂപത്തിൽ പ്ലോട്ടുകളായി വളർത്തുന്നതിനെ ആണ് ഫ്ലവർ ബെഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള രൂപത്തിൻ്റെ നീളം വീതിയേക്കാൾ കൂടുതലാണെങ്കിൽ ഫ്ലവർ ബോർഡേഴ്സ് എന്ന് പറയും. ഫ്ലവർ ബോർഡേഴ്സിനെ നടപ്പാതയുടെ അടുത്ത്, ലോണിൻ്റെ അരികത്ത് ഒക്കെ നമുക്ക് ചെയ്യാം. സീനിയ, ചൈനീസ് ബാൾസം, ജെറേനിയം, ഗൈലാർഡിയ തുടങ്ങിയ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഫ്ലവർ ബെഡും ഫ്ലവർ ബോർഡേഴ്സും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. കാർപ്പറ്റ് ബെഡ് നമ്മളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. കാണുമ്പോൾ നമുക്കൊരു കൗതുകം പകർന്നു തരുന്ന ഒരു ഘടകമാണ് കാർപ്പറ്റ് ബെഡ്. അതെന്താണെന്ന് നോക്കാം. പരവതാനി വിരിച്ച പോലെ തിങ്ങി വളരുന്ന ചെറുചെടികൾ ഉപയോഗിച്ച് അക്ഷരങ്ങൾ, എംബ്ലം, ലോഗോ ഉണ്ടാക്കുന്നതിനെയാണ് കാർപ്പറ്റ് ബെഡ് എന്ന് പറയുന്നത്. വിവിധ വർണ്ണങ്ങളിലുള്ള ഇലകൾ അടങ്ങിയ സസ്യങ്ങൾ, വ്യത്യസ്ത വളർച്ചാ രീതിയിലുള്ള സസ്യങ്ങൾ, റെഗുലറായിട്ട് പ്രൂണിങ് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ളവ ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊന്നും കൂടാതെ ഏറ്റവും അത്യാവശ്യ ഘടകം ചെടിക്ക് വേണ്ടത് എന്നാന്ന് വെച്ചാൽ ചൂടും തണുപ്പും വരൾച്ചയും താങ്ങാൻ പറ്റുന്നവയായിരിക്കണം. ഓൾട്ടർനാന്തര, എക്കിവേറിയ, കുഫിയ, കോളിയസ് തുടങ്ങിയവ ഇതിന് അനുയോജ്യമാണ്. ടോപ്പിയറീസ്: ചെടികളെ കലാപരമായി വെട്ടി ഒരു ഫ്രെയിമിനകത്ത് കയറ്റി വിവിധ രൂപങ്ങളാക്കി നിലനിർത്തുന്നതിനെ ആണ് ടോപ്പിയറി എന്ന് പറയുന്നത്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപത്തിൽ ടോപ്പിയറി ഉണ്ടാക്കാം. നല്ല വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഉള്ളതും റെഗുലർ പ്രൂണിങ് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ചെടികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫിലാന്തസ്, ഡ്യൂറാൻഡ, തൂജ തുടങ്ങിയ ചെടികൾ ടോപ്പിയറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ട്രോഫി: ഒരു കേന്ദ്രീകൃത വസ്തുവിന് ചുറ്റും ചെടികളെ ചെടിച്ചട്ടികളിൽ തട്ടുതട്ടുകളാക്കി വളർത്തുന്നതിനെ ആണ് ട്രോഫി എന്ന് പറയുന്നത്. സാധാരണയായി ട്രോഫി
കാണുക ഫൗണ്ടെയിൻ, സ്റ്റാച്യു തുടങ്ങിയവയുടെ അടുത്തായിട്ടാണ്. ഹെഡ്ജസ്, ഇലകളുള്ള കുറ്റിച്ചെടികൾ അടുത്തടുത്തായി വളർത്തി ഉയരത്തിൽ വെട്ടി നിർത്തുന്നതിനെയാണ് ഹെഡ്ജസ് എന്ന് പറയുന്നത്. ഹെഡ്ജുകളെ ഉയരം കൂടിയ എഡ്ജ് എന്നും പറയുന്നു. സാധാരണയായി ഉദ്യാനത്തെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന മറയായിട്ടാണ് ഹെഡ്ജിനെ ഉപയോഗിക്കുന്നത്. 2 തരത്തിൽ ഹെഡ്ജുകൾ ഉണ്ട്. ഫോർമൽ ഹെഡ്ജ് ആൻഡ് ഇൻഫോർമൽ ഹെഡ്ജ്. നന്നായി പ്രൂൺ ചെയ്ത് വൃത്തിയായി വളർത്തുന്നതിനെയാണ് ഫോർമൽ ഹെഡ്ജ് എന്ന് പറയുന്നത്. പ്രൂൺ ചെയ്യാതെ ആ ചെടി അതിൻ്റെ തനതായ വളർച്ചയ്ക്ക് വിടുന്നതിനെയാണ് ഇൻഫോർമൽ ഹെഡ്ജ് എന്ന് പറയുന്നത്. ഡ്യൂറാൻഡ, ഫിലാന്തസ്, തൂജ, പെഡിലാന്തസ്, അക്കാലിഫ തുടങ്ങിയ ചെടികളാണ് ഹെഡ്ജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. എഡ്ജസ്, ഗാർഡൻ്റെ ഉള്ളിലുള്ള പാതകളുടെ ഇരുവശങ്ങളിലും ഫ്ലവർ ബെഡിനും ചുറ്റും നട്ടു വളർത്തുന്ന ചെടികളാണ് എഡ്ജസ്. ചെടികളെ അടുത്തടുത്തായി വളർത്തി തറനിരപ്പിൽ നിന്നും 15 മുതൽ 20 സെൻറ്റിമീറ്റർ ഉയരത്തിൽ നിർത്തുന്നതാണ് എഡ്ജസ്. എഡ്ജസിനെ പ്രധാനമായും ഇഷ്ടിക കൊണ്ടും മുള കൊണ്ടും ചെടികൾ കൊണ്ടും നിർമ്മിക്കാം. കുഫിയ, പോർട്ടുലാക്ക, ഓൾട്ടർനാന്തര തുടങ്ങിയ ചെടികൾ ഇതിനായി ഉപയോഗിക്കുന്നു. ഷ്രബ്ബറി, വിവിധ തരത്തിലുള്ള കുറ്റിച്ചെടികളെ കൂട്ടം കൂട്ടമായി വളർത്തുന്ന സ്ഥലമാണ് ഷ്രബ്ബറി. ഷ്രബ്ബറി പ്രധാനമായി 2ആയി തിരിച്ചിട്ടുണ്ട്. ഫ്ലവറിംഗ് ഷ്രബ് എന്നും ഫോളിയേജ് ഷ്രബ് എന്നും. ഫോളിയേജ് ഷ്രബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളുടെ ഭംഗിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ടുള്ളത് ക്രോട്ടൺ, ലൗസോണിയ, തൂജ തുടങ്ങിയവയാണ്. ഫ്ലവറിംഗ് ഷ്രബ്സ് ആണെങ്കിൽ പൂക്കളുടെ ഭംഗിക്കായി വളർത്തുന്ന കുറ്റിച്ചെടികളാണ്. ഹിബിസ്കസ്, നെറിയം, ഇക്സോറ, ബാർലേറിയ ഇതിന് ഉദാഹരണങ്ങളാണ്. വേറൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത് പ്യുവർ ഷ്രബ്ബറി എന്നും മിക്സഡ് ഷ്രബ്ബറി എന്നുമാണ്. ഒരേ ഇനത്തിൽപ്പെട്ട കുറ്റിച്ചെടികൾ മാത്രം ഉപയോഗിച്ച് വളർത്തുന്നതിനെയാണ് പ്യുവർ ഷ്രബ്ബറി എന്ന് പറയുന്നത്. അതായത് ഇക്സോറയുടെ ഒരു കൂട്ടം മാത്രം. ഒന്നിലധികം ഇനങ്ങൾ കൂട്ടിച്ചേർത്ത് വളർത്തുന്നതിനെയാണ് മിക്സഡ് ഷ്രബ്ബറി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഇക്സോറയും അക്കാലിഫയും കൂട്ടി വളർത്താം. അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഇനങ്ങൾ നമുക്ക് ഏതാണോ കളർ കോമ്പിനേഷനൊക്കെ വെച്ച് ഇഷ്ടപ്പെടുന്നത് അതിന് തരത്തിലുള്ള ഇനങ്ങൾ കൂട്ടിച്ചേർത്ത് വളർത്താം. റൊസേറിയം, റോസ് ചെടികളെ കൂട്ടം കൂട്ടമായി ചെടിച്ചട്ടികളിലോ നിലത്തോ വളർത്തുന്നതിനെയാണ് റൊസേറിയം അല്ലെങ്കിൽ റോസ് ഗാർഡൻ എന്ന് പറയുന്നത്. പല കളറുകളിലുള്ള റോസുകളെ നമുക്ക് കൂട്ടം കൂട്ടമായിട്ട് ഇവിടെ വളർത്താം. അല്ലെങ്കിൽ ഒരേ കളറുള്ള പൂക്കളുള്ള റോസുകളെയും നമുക്ക് കൂട്ടമായിട്ട് വളർത്താം. ആർബോറിറ്റം, വിവിധ ഇനത്തിലുള്ള മരങ്ങളുടെ കൂട്ടമാണ് ആർബോറിറ്റം. ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടും എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടുമാണ് ആർബോറിറ്റം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. മരങ്ങളുടെ ഒരു മ്യൂസിയമായിട്ട് വേണമെങ്കിൽ നമുക്ക് ആർബോറിറ്റത്തെ കരുതാം. വാട്ടർ ഗാർഡൻ, ജലസസ്യങ്ങൾ, ഫൗണ്ടെയിൻ, പ്രതിമകൾ, മീനുകൾ എന്നിവ ഉപയോഗിച്ച് ഭംഗിയാക്കിയെടുക്കുന്ന ജലാശയത്തെയാണ് വാട്ടർ ഗാർഡൻ എന്ന് പറയുന്നത്. ജലസസ്യങ്ങളായ വാട്ടർ ലില്ലി, ലോട്ടസ് തുടങ്ങിയവ ഇതിൽ നടാവുന്നതാണ്. റോക്കറി ഓർ റോക്ക് ഗാർഡൻ, പർവ്വതങ്ങളെയും താഴ്വരകളെയും അനുകരിക്കുന്ന ഗാർഡനിലെ ഘടകമാണ് റോക്കറി. പാറകളും കല്ലുകളുമാണ് പ്രധാനമായിട്ടും ഇവിടെ ഉപയോഗിക്കുന്നത്. വെള്ളം അധികം ആവശ്യമില്ലാത്ത തരത്തിലുള്ള ചെടികൾ ഇവിടെ ഉപയോഗിക്കുന്നു. ഒപ്പൻഷ്യ, ബ്രയോഫില്ലം, സാൻസിവേറിയ തുടങ്ങിയവ റോക്കറിക്ക് അനുയോജ്യമാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പ്ലാന്റ് കമ്പോണൻറ്റിനെ കുറിച്ചാണ്. ഇനി നാം പറയുന്നത് നോൺ പ്ലാന്റ് കമ്പോണൻറ്റ്. ചെടികളെ കൂടാതെ മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ, ചെടികളുമായി ഇഴകിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഗാർഡൻ്റെ ഭംഗി കൂട്ടുന്നതിനെയാണ് നോൺ പ്ലാന്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. നോൺ പ്ലാന്റ് കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആർച്ചസ്, ട്രെല്ലീസ്, പെർഗോളാസ്, ആർബേഴ്സ്, ഐലൻഡ്, ഗാർഡൻ വാൾസ്, ഗാർഡൻ ഫെൻസസ്,
footpath, bridges, roads and garden adornments. ഇനി ഇത് ഏതൊക്കെയാണെന്നും ഇതിനെ ഉപയോഗിക്കുന്ന ചെടികൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം. ആർച്ചസ്. ആർച്ചുകൾ സാധാരണയായി എൻട്രൻസിൽ ആണ് കാണപ്പെടുന്നത്. മുള, തടി, മെറ്റൽ, കോൺക്രീറ്റ് ഇവയൊക്കെ കൊണ്ട് നമുക്ക് ആർച്ചസ് നിർമ്മിക്കാം. സാധാരണയായി പൂക്കൾ ഉള്ളതും ഇലകളോട് കൂടിയതുമായ വള്ളിച്ചെടികളാണ് ആർച്ചസ് കയറ്റിവിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ബൊഗെയിൻവില്ല, അലമാണ്ട, മോർണിംഗ് ഗ്ലോറി, ഫ്ലെയിം വൈൻ ഇതിന് അനുയോജ്യമാണ്. ട്രെല്ലീസ്. ചെടികൾ കയറ്റിവിടാൻ ഉപയോഗിക്കുന്ന ഫ്രെയിമാണ് ട്രെല്ലീസ്. ഫ്ലവറിങ് ആൻഡ് ഫോളിയേജ് പ്ലാന്റ്സിന് വെർട്ടിക്കലായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെല്ലീസ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു തണൽ കൊടുക്കാനും കാറ്റിൽ നിന്ന് സംരക്ഷണത്തിനായും ഒരു മറയായിട്ടൊക്കെ ട്രെല്ലീസ് ഗാർഡനിൽ ഉപയോഗിക്കുന്നുണ്ട്. റോസ് വൈൻ, ക്ലിമാറ്റിസ്, ഐവി ആണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചെടികൾ. പെർഗോളാസ്. പാതകളിലൂടെയുള്ള നിരനിരയായ ആർച്ചുകളുടെ കൂട്ടമാണ് പെർഗോളാസ് എന്ന് പറയുന്നത്. ഈ തൂണിലും മേൽക്കൂരയിലും ചെടികൾ കയറ്റിവിട്ടാണ് പെർഗോളാസ് ഉണ്ടാക്കുന്നത്. ആർബേഴ്സ്. വള്ളിച്ചെടികൾ പടർത്തിയ മേൽക്കൂരകളും തൂണുകളുമുള്ള സ്ട്രക്ചേഴ്സാണ് ആർബേഴ്സ്. ഗാർഡൻ സന്ദർശിക്കുന്നവർ വിശ്രമത്തിനായിട്ടാണ് ഈ സ്ഥലം ഉപയോഗിക്കുന്നത്. ഐലൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ജാപ്പനീസ് ഗാർഡനിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മെഡിറ്റേഷൻ പർപ്പസിനാണ് ഈ സ്ഥലം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഐലൻഡ് നമുക്ക് വേണമെങ്കിൽ കരയിലും വെള്ളത്തിലും ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഗാർഡൻ വാൾ. ഗാർഡനെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഘടകമാണ് ഗാർഡൻ വാൾ എന്ന് പറയുന്നത്. അത് നമുക്കൊരു സുരക്ഷിതത്വവും കൂടാതെ നല്ല ശബ്ദത്തിൽ നിന്നുള്ള ഒരു മറയായിട്ടൊക്കെ ഗാർഡൻ വാൾ ഉപയോഗിക്കാം. ഗാർഡൻ ഫെൻസസ്. മറ്റുള്ള ജീവികൾ കയറാതിരിക്കാൻ ഒരു സ്വകാര്യതയ്ക്കും വേണ്ടി സഹായിക്കുന്ന ഘടകമാണ് ഗാർഡൻ ഫെൻസസ്. വേലി സാധാരണയായി തടി, മുള, വയറ് ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കി നല്ല ഭംഗിയിൽ പെയിൻ്റ് അടിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഫുട്പാത്ത്. ഗാർഡനിലൂടെ നടക്കാനുള്ള സ്ഥലമാണ് ഫുട്പാത്ത്. വലിയ ഗാർഡൻ ആണെങ്കിൽ അതിനുവേണ്ടി റോഡാണ് ഉപയോഗിക്കുന്നത്. ബ്രിഡ്ജസ്. തടാകത്തിന് കുറുകെയുള്ള പാലമാണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരാൾക്ക് നടന്നു പോകാനുള്ള പർപ്പസിനോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഡെമോ ആയിട്ടൊക്കെ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. ഒരു റസ്റ്റി എപ്പിയറൻസ് ആണ് എപ്പോഴും ബ്രിഡ്ജസിന് സാധാരണ കൊടുക്കാറുള്ളത്. ഗാർഡൻ അഡോൺമെൻറ്റ്സ്. ഗാർഡൻ്റെ ആകർഷകത ഒന്നുകൂടി കൂട്ടാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഗാർഡൻ അഡോൺമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫൗണ്ടെയിൻ, സ്റ്റാച്യു, ബേർഡ് ബാത്ത്, ഫ്ലോറൽ ക്ലോക്ക്, സൺഡെയിൽ ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. നമ്മൾ ഏത് ഗാർഡനിൽ പോയി കഴിഞ്ഞാലും അട്രാക്റ്റീവായിട്ടുള്ള ഫൗണ്ടെയിനും സ്റ്റാച്യു ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് ഗാർഡനുമായിട്ട് ഇഴകി ചേരുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അത് വേറിട്ടൊരിക്കലും നിൽക്കില്ല. അങ്ങനെ ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ് ഗാർഡൻ അഡോൺമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫൗണ്ടെയിൻ. മ്യൂസിക്കൽ ഫൗണ്ടെയിൻ വൃന്ദാവൻ ഗാർഡനിലെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള സംഭവമാണ്. അത് ഒരു ഗാർഡൻ അഡോൺമെൻറ്റ്സിൽ വരുന്നതാണ്. പല രീതിയിൽ നമുക്ക് കളർ വേരിയേഷനൊക്കെ കൊടുത്ത് ഫൗണ്ടെയിൻ അട്രാക്റ്റീവാക്കി എടുക്കാം. പിന്നെ വരുന്നതാണ് ബേർഡ് ബാത്ത്, സൺഡയൽ, ഗാർഡൻ സീറ്റ്, പല രീതിയിലുള്ള ടബുകൾ, പാത്രങ്ങൾ, ഫ്ലോറൽ ക്ലോക്ക്, അതുപോലെ ലാൻറ്റേൺ തുടങ്ങിയവ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഗാർഡൻ കമ്പോണൻസ് അല്ലെങ്കിൽ ഗാർഡൻ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ പ്ലാന്റ് കമ്പോണൻസും നോൺ പ്ലാന്റ് കമ്പോണൻസുമാണ്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറുമായിട്ടൊന്ന് ചർച്ച ചെയ്യുക.
ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അസൈൻമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ആൽബം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓരോന്നിൻ്റെയും പിക്ചർ കളക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഒരു ചെറിയ റൈറ്റപ്പ് എഴുതി ആൽബം ഉണ്ടാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ആൽബത്തിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ആൽബം ആയാലും മതി. ഓക്കെ, താങ്ക് യു.